എന്താണ് പ്രശ്നം? അത് സാറേ, ഇന്ന് രാവിലെ ഒരു കുടുംബം സ്റ്റേഷനിലേക്ക് പോവാം. എൻ്റെ പേര് സുരേഷ്. ഞാൻ പൂനെയിലെ ഒരു ടയർ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു. അല്ലേ? എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആടെയിരുന്നു സാർ, സ്ഥിരതാമസം. ഞാനും അവിടുന്ന് ഞാൻ കല്യാണമൊക്കെ കഴിച്ചത്. ഇത് ഭാര്യ, ഇത് മോള്. പക്ഷേ അച്ഛമ്മ നാട്ടിലായിരുന്നു, ചിരുതൈ. അച്ഛമ്മ എൻ്റെ വീട്ടിൽ 1 ഏക്കർ സ്ഥലം എഴുതി വെച്ചു. അച്ഛമ്മ മരിച്ചുപോയി. പക്ഷേ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞ് അച്ഛമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അതില്ല സാർ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ വില്ലേജ് ഓഫീസർക്ക് കുറച്ച് പൈസ കൊടുത്താൽ നടക്കുന്ന പറഞ്ഞു. അച്ഛമ്മയുടെ അസ്ഥിയാണ് ഇത്, ചിതാഭസ്യം. നല്ല സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് ഞാനും കുടുംബവും ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞ് അച്ഛമ്മ മരിച്ച തെളിവാണ്. എൻ്റെ കയ്യിൽ ആകെയുള്ള തെളിവ് ഇതാ. അപ്പോൾ ഇതൊന്ന് DNA ടെസ്റ്റ് ചെയ്തിട്ട് തക്കതായ തെളിവ് ഉണ്ടാക്കി തരാം. DNA ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഒരു ECG എടുത്ത് വരുന്ന പോലെ എളുപ്പത്തിൽ എടുത്ത് വരാൻ പറ്റുന്ന കാര്യമല്ല. അത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളതാണ്. മനസ്സിലായില്ല? അത് നടക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ വില്ലേജ് ഓഫീസറാ തന്നെയാണ് കൊടുത്തതൊക്കെ നടക്കുന്നു. ഇങ്ങോട്ട് കേസിൽ ഇതുപോലെ പെട്ട ഒരാളാണോ? അത് പറ്റിയ ആളാ. നമുക്ക് അങ്ങനെ ഇവിടെ എത്തിച്ചിട്ടൊന്ന് പേരക്കാം. വരും. ഇത് എന്താ ഏട്ടാ? 2 അപ്പവും ചെറുപയർ കറി 2 പൊതിയായിട്ട് തരണേ. ഇവിടെ ഇനി വലിയ റോഡ് വരുമോ? എടോ ഇങ്ങോട്ട് വാ, സാറ് വിളിക്കുന്നുണ്ട്. നല്ല വില്ലേജ് ഓഫീസറെ, നിങ്ങൾക്ക് എന്താണ് ഈ വില്ലേജ് ഓഫീസിൽ പോയത്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ പാവപ്പെട്ട മനുഷ്യൻ ഏതോ ഒരു അന്യനാട്ടിൽ നിന്ന് അയാളുടെ ഭൂമിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി നിങ്ങളെ വില്ലേജ് ഓഫീസർ വന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തു? ഞാൻ അറിയാണ്ട് ചോദിക്കാം, നിങ്ങളുടെ ജോലി എന്താ അവിടെ? നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നടപടി എടുക്കും. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയും. 2 ഇൻക്രിമെന്റെങ്കിലും ഞാൻ കട്ടായിരിക്കും. നിങ്ങളെ പെൻഷൻ പോലും കിട്ടാത്ത രീതിയിൽ കുടുക്കി കളഞ്ഞ കൃത്യമായിട്ട് സാധാരണക്കാരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനാണ് ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്നത്. താൻ ചെയ്താണ് കറക്റ്റ്. അതായത് സാധാരണക്കാർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വരുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും. അതിനാണ് സർക്കാർ ശമ്പളം തരുന്നത്. ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ സാറ്. പ്രശ്നം തീർന്നില്ലേ? ശരിക്കും ഇപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്.
സാറ് നിങ്ങൾ ഇങ്ങോട്ട് വരികയെന്ന് ഇന്ന് വീട് കാര്യം പറ. നിങ്ങൾ ഇങ്ങനെ ചൂടായി ബാക്കിയുള്ളവൻ്റെ മുട്ടും കാലും പറിച്ചിട്ട് വയ്യ. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാ തെളിവുമായിട്ടാണ് ഞാനിവിടെ വന്നത്. അതായത് സാറേ, കൊയിലാണ്ടി താലൂക്കിൽ കോടഞ്ചേരി വില്ലേജിൽ, നമ്മളെ വില്ലേജ് നെല്ലിയാടി അംശം ദേശത്ത് സർവേ നമ്പർ 1813/75, അതായത് 1975 ഒരു രജിസ്റ്റർ ചെയ്തെന്ന് പറയുന്നത് അല്ലേ. 1 ഏക്കർ 3 സെന്റ് 17 ലിങ്സ് പുരയിടം. ഇത് സാറിന് അറിയാം. ഞാൻ നേരത്തെ വില്ലേജ് ഓഫീസിലായിരുന്നു ജോലി. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് സാറിന് അറിയാ. എങ്ങനെ അറിയാമെന്ന് എനിക്കറിയില്ല സാറേ. ഈ സ്ഥലത്തൊരു സർക്കാർ ഓഫീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഓഫീസ് ഒഴിപ്പിച്ചിട്ട് പാവങ്ങൾക്ക് സ്ഥലം മേടിച്ചു കൊടുക്കണം, അതല്ലേ വേണ്ടത്? അതാണ് പ്രശ്നം. ഇപ്പറയുന്ന സർവേ നമ്പർ 1813/75, 1 ഏക്കർ 3 സെന്റ് 17 ലിങ്സ്. ആ സ്ഥലത്ത് നമ്മളിപ്പം നിൽക്കുന്നത്. ആ സ്ഥലത്താണ് സാറേ നമ്മളിപ്പം നിൽക്കുന്നത് എന്ന്. പോലീസ് സ്റ്റേഷൻ. അല്ല, പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ മൊത്തം 1 ഏക്കർ 3 സെന്റ് 17 ലിങ്സ്. അങ്ങനെയാണല്ലേ? ശരിയാക്കാം, നമുക്ക് റെഡിയാക്കാം. കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതെ തീർച്ചയായിട്ടും. ഇന്നെ കിട്ടിയ സന്തോഷം. അല്ല ഇന്ന് അങ്ങനെ അല്ല, അതാ ഇതിനെ കുറിച്ച് അറിയാത്തോണ്ടാ. ഇന്ന് കിട്ടൂല, കാരണം അത് ഒരു സർക്കാർ സ്ഥാപനം ആണല്ലോ. പെട്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് ഓരോരോ നീക്കുപോക്ക് സമയമിടും. ചെയ്യാം നമ്മള് അല്ലേ? അങ്ങനെ ആയാലും ശരിയാവില്ല സാർ. നമ്മളാ ഇത്രയും കഷ്ടപ്പെട്ട് ദൂരെ നിന്ന് വന്ന് ഇന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മനസ്സിലായി, നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അതെ. പക്ഷെ അത് എന്താ പറയാ, ഇപ്പോ അവിടെ ക്ലർക്കില്ലാത്തൊരു വിഷയമുണ്ട് ഇപ്പോ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഗതിയാണ്. നമ്മളെ വിഷയം ക്ലർക്കില്ലാതെ നമ്മളെ വിഷയമല്ലല്ലോ സാർ. ക്ലർക്ക് ഞങ്ങൾക്കൊരു വിഷയമാണ്. അല്ല സാറ് വിചാരിച്ചാൽ നടക്കും. ഇന്ന് തന്നെ റെഡിയാക്കി തരും. ഇന്ന് എനിക്ക് വിചാരിച്ചാൽ നടക്കൂലോ. എന്താ ഒറ്റ ദിവസം കൊണ്ട് വരും എടുത്തേനെ. അത് നടക്കൂല. ഇന്ന് ഭാര്യ മലയാളത്തിലല്ലേ ഞാൻ പറയുന്നത്, നടക്കില്ല. മലയാളത്തിൽ പറഞ്ഞാൽ സാറേ അങ്ങനെ പറയരുത് സാർ. വേറെ നിവൃത്തിയില്ല. നമ്മൾ എവിടെ പോവാനാ സാറേ? ഭാര്യയും മക്കളായിട്ട് പറഞ്ഞ കേട്ടില്ലേ? പറഞ്ഞില്ലേ സാറേ? അങ്ങനെ പറയരുത് സാറ്. നിന്നിട്ട് കാര്യമില്ല. അവരെ വിളിക്കേ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എത്ര വട്ടം പറയണോടെ പോണോന്ന്. ചെല്ല്, ഇവരെ കൂട്ടി ചെല്ല്. നിങ്ങൾ ഒരു കാര്യം വന്ന് പറയുമ്പോഴേക്കും എടുത്തു തരാൻ ഇവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്നതല്ല. അതിന് കുറച്ച് സമയം എടുക്കും. കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായി? നമ്മുടെ പാവപ്പെട്ടവരുടെ സുപ്രീം കോടതിയല്ലേ പോലീസ് സ്റ്റേഷൻ. പിന്നെ നമ്മൾ എവിടെ പോവാനാണെന്നാ ചോദിക്കുന്നത്? എവിടെ പോവാൻ? പോവില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ. എന്താ ചെയ്യാതെ സാറേ? ആ ഹിന്ദിക്കാർ പെണ്ണുങ്ങളാരും വെള്ളം വെക്കുന്നു, വെള്ളം വേണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെന്ന് വെള്ളം പിടിച്ചു കൊടുക്കണം. സാർ ചെയ്യാം. സാറേ, അവസാനത്തെ എത്താനായിട്ട് സാറിനെ തിരിച്ചെത്തിയിട്ട് സംഗതി ചെറിയ പ്രശ്നമൊന്നും അല്ല സാറേ. നമ്മളെ കയ്യിൽ നിൽക്കില്ല. ഈ വിഷയം ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ ഓരോരുത്തരായിട്ട് വിളിച്ച് പറയാം. അവരെല്ലാവരുടെയും കസേര ആടാൻ തുടങ്ങും. ചോറ്
ഇവരെല്ലാവരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ഇത് അവിടെ വെച്ച് സോൾവ് ചെയ്യിപ്പിക്കാന്നായിരിക്കും. ഇതെന്റെ കയ്യിൽ നിൽക്കൂല സാറേ. സാർ ഇതൊരു ന്യൂസ് വാല്യൂ ഉള്ള വിഷയമാണ്. ചാനലുകാരെങ്ങനെ അറിഞ്ഞിട്ടുണ്ടോ ഒരൊറ്റ ഒന്നിനെ ഇവിടെ നിർത്തി പൊറുപ്പിക്കില്ല. അറിയാമല്ലോ അപ്പോഴത്തെ കാര്യം അറിയാമല്ലോ. സാറേ ആ ഫാമിലി വന്നിരിക്കുന്ന ഒരു പ്രായം തന്നെ ഒരു പെന്തച്ചുമായിരുന്നു. അത് അത്രയും ദൂരെ പൂനെ എന്നാണ്. ഇതൊക്കെ സംഗതി ഒരു കാര്യം ആലോചിച്ച പോമറിയാ. ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ് പോലും അറിയാതെ എങ്ങനെ നമ്മുടെ നാട്ടിൽ കെട്ടിണ്ടാക്കാൻ പറ്റും സാറേ? ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇത്, 1 ഏക്കറിന്റെ അടുത്തുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നത്? നിങ്ങൾ അറിയാത്തോണ്ടെന്ന് പറഞ്ഞോട് പറയാം. നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, സ്പോൺസറിങ്. ഇവിടെ ഇപ്പോൾ ഒരു സർക്കാർ വണ്ടിയുടെ ടയർ പോയാൽ പോലും അത് മാറ്റിയിടാൻ വരെ സ്പോൺസർമാരുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പലരും ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ അവിടേക്കെല്ലാം മണല്, കല്ല് എല്ലാം സ്പോൺസർമാരുണ്ട്. ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞ് നമ്പർ ഇടാൻ ഇവരെ പോലുള്ള ആളുകൾ ധാരാളം ഉണ്ട് അല്ലേ? ശരിയാണ്, അത് ഓക്കെ, മനസ്സിലായി. പക്ഷെ സാറിപ്പോ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. സാറ് വിചാരിച്ചാലേ നടക്കൂ സാറേ. അതൊന്ന് പരിഹരിച്ചു തരണം പ്ലീസ്, റിക്വസ്റ്റ് ആണ്. രക്ഷപ്പെടുത്തി തരണം. കിട്ടുന്ന നിയമക്കുരുക്കൾ പറഞ്ഞ് നമുക്ക് അവരെ എത്ര വേണേലും നടത്താം. അവരുടെ മോളില്ലേ, അത് 2 തലമുറ കഴിഞ്ഞാലും ഇത് ശരിയായിക്കൊള്ളുന്നില്ല. ഇല്ല, പക്ഷെ എന്തിനാണ് അവകാശങ്ങൾ ചോദിക്കാനുള്ള നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. ഷെറു നമ്മളെപ്പോഴും ജോലിക്കാർ മാത്രമാണ്. സാർ നമസ്കാരം, ഞാൻ അവിടുത്തെ RDO ആണേ. ഈ പ്രോപ്പർട്ടി നിങ്ങളാ തെളിയിക്കുന്ന വല്ല രേഖകളൊന്നും ഉണ്ടാവില്ലല്ലേ? വല്ല എന്തെങ്കിലും ഒരു അടയാളോ ഓർമ്മകളോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു അവധിക്കാലത്ത് അച്ചമ്മയെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു സാർ. അച്ചമ്മക്ക് ഭയങ്കര സ്നേഹമായിരുന്നു എന്നെ. അപ്പോൾ ഈ പനകൾ കൊണ്ട് പായമടയ, ഈ കൂട്ടമടയ, അതൊക്കെയായിരുന്നു അച്ചമ്മേൻ്റെ ജോലി. ഈ പണിയെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒന്നിച്ച്. അവർ കൂടിയിട്ട് പാട്ടൊക്കെ പാടുന്നത് കേൾക്കണം സാർ, എന്ത് രസേനും. അച്ചോളിയോ മേന കുഞ്ഞോദനൻ താച്ചോളിയല്ലോ മേന കുഞ്ഞോദനൻ താച്ചോളിയല്ലോ മേന കുഞ്ഞോദനൻ താച്ചോളിയല്ലോ മേന കുഞ്ഞോദനൻ ലാചാരത്തോടെ അടക്കത്തോടെ ലാചാരത്തോടെ അടക്കത്തോടെ ആചാരത്തോടെ അടക്കത്തോടെ ലൂത്തര തൂണിനോളി മറഞ്ഞി ലൂത്തര തൂണിനോളി മറഞ്ഞി ലൂത്തര തൂണിനോളി മറഞ്ഞി ഊത്തര തൂണിനോളി മറഞ്ഞി മോതിര കയ്യാലെ വായുമ്പൊത്തി മോതിര കയ്യാലെ വായുമ്പൊത്തി മോതിര കയ്യാലെ വായുമ്പൊത്തി മോതിര കയ്യാലെ വായുമ്പൊത്തി ലേട്ടനോടല്ലേ പറയുന്നത്. പിന്നെ സാറേ, അച്ചമ്മക്ക് ഇവിടെ ഒരു ചെറിയൊരു പെരയുണ്ടായിരുന്നു. അവിടെ ഞാൻ വന്നിട്ട് കളിക്കൊക്കെ ചെയ്തു. അച്ഛന് ചെറിയൊരു പൈസേൻ്റെ ആവശ്യം വന്നപ്പോൾ അച്ഛമ്മ ഈ പെര വിറ്റിട്ടാണ് സഹായിച്ചത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അച്ഛമ്മക്ക് ഇവിടെ ഒറ്റപ്പെട്ട എൻ്റെ വിഷമം വല്ലാണ്ടുണ്ടായി. പിന്നെ സാറ് ചോദിച്ചല്ലോ ഒരടയാളം, അത് ഈ മാവാണ് സാർ.
മോന് വേണ്ടി അച്ഛമ്മ വാങ്ങിച്ച സ്ഥലമാണ് ഇത്. ഈ മാവ് ഇവിടെ ഇരിക്കട്ടെ. മോൻ വലുതാവുമ്പോ ഈ മാവും വലുതാവും. ഇവനും നമ്മൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. അല്ല 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 ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ റൂം പറയാം. ഒരു 2-3 ദിവസം അവിടെ നിൽക്കുമ്പോഴേക്കും ഞാനിവിടെ എല്ലാം ശരിയാക്കാം. ഓക്കെ. ഫിലോ ഓഫീസറെ, അർഹതപ്പെട്ടവരെല്ലാം അനുഭവിക്കുന്ന ഒരുപാട് സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ടാവും. അതിൻ്റെ എല്ലാം ലിസ്റ്റ് റെഡിയാക്കി വെച്ചോ. അവകാശികൾ ചോദിച്ചു വരും. അപ്പം ഇതുപോലെ ഓടാൻ നിൽക്കണ്ട. അങ്ങനെ ലിസ്റ്റ് എടുക്കാൻ വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും.